റെജി ലൂക്കോസ് കൂടി ഇപ്പോൾ നമുക്കൊപ്പം തുടരുന്നുണ്ട്, ഇടത് നിരീക്ഷണം. ശ്രീ റെജി ലൂക്കോസ്, CPM-നെ മുൾമുനയിൽ നിർത്തിയ സംഭവമായിരുന്നു. എല്ലാവർക്കും അറിയാം, ഒരു പതിറ്റാണ്ട് മുമ്പ് നടന്ന ഈ അതിക്രൂരമായ കൊലപാതകം. തുടർന്ന് അങ്ങോട്ട് നടന്ന സംഭവങ്ങളൊക്കെ അങ്ങേക്കും അറിയാവുന്നതാണല്ലോ. ഇന്നിപ്പോൾ ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ അവസാനം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറൊപ്പമുള്ള അദ്ദേഹം പറഞ്ഞ അങ്ങ് കേട്ട് കാണും, ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്, അതിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്, പക്ഷേ അതിലൊന്നും ഒന്നും മുന്നോട്ട് പോയിട്ടില്ല എന്നാണ്. അത് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നുമാണ് നേരത്തെ ജയശങ്കർ സൂചിപ്പിച്ചത്. ഈ ഒരു ഇലക്ഷൻ എടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ വരുന്ന ഈ വിധി പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ആശങ്കയില്ല. കാരണം ആ കേസ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്താണ് കേരളത്തില് ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നത്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി. ഇപ്പം കണ്ണൂർ ജില്ല അല്ലെ, വടകര കൊഞ്ചി എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ കോഴിക്കോടത്തെ ആരൊക്കെയാണ് ജയിച്ചു വന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ തന്നെ ജനങ്ങളിൽ അത് CPM-നെതിരെയായിട്ടൊരു വികാരമായി മാറ്റാൻ ആർക്കും സാധിച്ചിട്ടില്ല. തന്നെയല്ല, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ശിക്ഷിച്ചതിൽ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അത് വളരെ നീചമായ ഒരു കൊലപാതകമായിരുന്നു. പക്ഷെ ആ കേസ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ CPM-നെ വേട്ടയാടാനായിട്ട്, CPM-നെ തകർക്കാനായിട്ട് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാരണം. അവിടെ എന്തുകൊണ്ടാണ് അതിന് ആ രീതിയിൽ പോലീസിനെ ദുരുപയോഗം ചെയ്തത്? ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം പറയാം. ഇപ്പം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്ററെ ഈ കേസിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് 1 വർഷം ജയിലിലിട്ടു. ഒടുവിൽ അദ്ദേഹം ഈ കേസുമായിട്ട് യാതൊരു ബന്ധമില്ല, അദ്ദേഹം അറിഞ്ഞു പോലും ഇരിക്കുന്ന കൊലപാതകത്തെക്കുറിച്ച്. കീഴ്ക്കോടതി അദ്ദേഹത്തിന് വെറുതെ വിട്ടു. ഇന്നിപ്പോൾ ഹൈക്കോടതിയും അദ്ദേഹത്തെ വെറുതെ വിട്ടതിന് ശരിവെച്ചിരിക്കുക. അന്തിമമായിട്ട് അദ്ദേഹത്തിനെ ഒഴിവാക്കിയത് ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നു. അപ്പൊ അതിൽ നിന്നും അർത്ഥമാകുന്നത് എന്തുകൊണ്ടാണ്? TP ചന്ദ്രശേഖരൻ പറയുന്ന വ്യക്തി CPM-ൽ നിന്ന് തിരിഞ്ഞുപോയി CPM-ന്റെ ഒരു വിമതനായി മാറിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് കൊല ചെയ്യപ്പെട്ടപ്പോൾ അത് CPM-ന്റെ ഉന്നത നേതാക്കളാണ് അതിന്റെ പിന്നിൽ നിന്നുള്ളത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കേരളത്തിൽ CPM വേട്ടയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ നാൾവഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഒരു കാര്യം ശ്രീ റെജി ലൂക്കോസ് ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ഇപ്പോൾ ഇന്ന് കോടതി വെറുതെ വിട്ടത് റദ്ദാക്കിയ 2 പേർ, KK കൃഷ്ണൻ, അദ്ദേഹം അന്ന് ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. ജ്യോതി ബാബു, അന്ന് അദ്ദേഹം കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്നു. അപ്പോൾ പാർട്ടിയുമായി അല്ലെങ്കിൽ പാർട്ടിയിലെ സജീവ ആളുകൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ചരട് വലിച്ചത്. അത് ആ ചരട് വലി എങ്ങോട്ടേക്ക് പോകും എന്നൊരു ചിന്തയാണ് KK രമ അടക്കം ഉന്നയിക്കുന്നത്. അതിലൊരു അന്വേഷണം നടക്കേണ്ടത് കൂടിയല്ലേ? അല്ല, അന്വേഷണം നടക്കുന്ന കാര്യത്തിലൊന്നും തെറ്റൊന്നുമില്ല. നമുക്കറിയാമല്ലോ, ആ കാലയളവിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചൊരു വസ്തുത എന്ന് പറയുന്നത് CPM-നെ, ഞാൻ വളരെ അടിവരയിട്ട് പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ കേരളത്തിൽ തകർത്ത് തരിപ്പണമാക്കുക, കേരളത്തിലെ അത്യുന്നതരായിട്ടുള്ള നേതാക്കന്മാരിലേക്ക് അന്വേഷണം കൊണ്ടെത്തിച്ച് അവരെ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു കൊലയാളികളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ജീവിതം തകർക്കുക, അതിലൂടെ CPM-നെ തകർത്ത് UDF-ന് അല്ലെ കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ നേട്ടം കിട്ടുന്നതിന് വേണ്ടി ദുരുപയോഗം ചെയ്തെന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം എന്ന് പറയുന്നത്. അന്വേഷിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. തന്നെയല്ല, ഇതിനകത്ത് ഇപ്പൊ കിർമാണി മനോജിനെ പോലുള്ളവരെ ഇപ്പൊ ജയിലിലാണ് കിടക്കുന്നത്. അവരെ പോലുള്ളവരെല്ലാം CPM ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വക്രീകരിച്ച വാർത്തകൾ നമ്മൾ എന്തോരം കേട്ടു. പാർട്ടി തന്നെ പറഞ്ഞു ഇതിനകത്ത് ഈ കൊലയാളികളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. CPM-യുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തന്നെ ഇതിനകത്ത് ഉണ്ടെങ്കിൽ, അല്ലെ ഏതെങ്കിലും ഒരു പ്രതി ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാർട്ടി തള്ളിക്കളയുന്നു. പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല തുറന്നു പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ TP ചന്ദ്രശേഖരനെ പോലുള്ള ഒരാളെ കൊന്നു തള്ളിയതിന്റെ പേരിൽ കൊന്നു തള്ളി CPM-ന് കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നു നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു പാർട്ടിയൊന്നുമല്ല CPM എന്ന് പറയുന്നത്. എവിടെ കൊലപാതകം നടന്നാലും ഒരു വർഷത്തെ CPM എന്ന് പറഞ്ഞുകൊണ്ട് CPM-നെ വേട്ടയാടുന്ന പതിവ് ശൈലി ഇതിനകത്ത് ആവർത്തിച്ചത് മാത്രമേ ഉള്ളൂ. തന്നെയുമല്ല, ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കപ്പെട്ടുള്ള ആരാ? CPM-ആണ്. CPM-ന്റെ സാക്ഷികളാണ് കൊല ചെയ്യപ്പെടുന്നത്. ഇപ്പൊ മോഹനമാഷിന് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്നത്തെ ഹൈക്കോടതി